നമസ്കാരം. മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ CV സുധീർ, ക്രൈസ്റ്റ് കോളേജ്, ഇരിഞ്ഞാലക്കുട. ഈ കോവിഡ് കാലം നമ്മൾ വിവരസാങ്കേതിക വിദ്യ വളരെയധികം ഉപയുക്തമാക്കിയ ഒരു കാലമാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും വിവരസാങ്കേതിക വിദ്യ വളരെയധികം ഉപയുക്തമാക്കി. പക്ഷേ അവിടെ മലയാളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, മലയാളം അതിനുവേണ്ടി എത്രമാത്രം ഉപയുക്തമാക്കി എന്ന് അന്വേഷിക്കുമ്പോൾ താരതമ്യേന അത് വളരെ കുറവാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. വിവരസാങ്കേതിക വിദ്യാ ലോകത്ത് മലയാളം അന്യമാണോ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അത് കൃത്യമായി വ്യക്തമായി ഉപയോഗിക്കാനും പ്രയോഗിക്കാനും അറിയേണ്ടതുണ്ട്. പലപ്പോഴും എൻ്റെ മൊബൈലിൽ മലയാളം സാധ്യമാകുന്നില്ല സാറേ എന്ന് പറയുന്ന ഇഷ്ടംപോലെ വിദ്യാർത്ഥികളെ, ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഈ നവമാധ്യമത്തിൻ്റെ ലോകത്ത് മലയാളം എവിടെയും അന്യമല്ല. നമുക്ക് ഓരോരുത്തർക്കും അത് കൃത്യമായി ഉപയോഗിക്കാനായിട്ട് പ്രയോഗിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ്. അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പ്രായോഗിക പരിശീലനം നൽകിക്കൊണ്ട് നടപ്പിലാക്കുക എന്നതാണ്. അതിന് ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയാം. ഈ കോഴ്സ് 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. ഒന്നാം ഭാഗം ഭാഷയും ലേഖന സാങ്കേതിക വിദ്യയും, രണ്ടാം ഭാഗം മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ വർത്തമാനം, മൂന്നാം ഭാഗം മലയാളം കമ്പ്യൂട്ടിംഗ് പ്രായോഗിക പരിശീലനം. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഭാഷയുടെ രംഗത്തുണ്ടായ വലിയ കുതിച്ച് കയറ്റമാണ് ലേഖന സാങ്കേതിക വിദ്യ എന്ന് പറയാം. ലേഖനം മാത്രമല്ല, പിന്നീട് പലതരത്തിലുള്ള സൂക്ഷിക്കൽ സംരംഭങ്ങളും ഭാഷാരംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ വരമൊഴിയിൽ നിന്ന് തിരമൊഴിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ചരിത്രവും ചരിത്ര ഘട്ടങ്ങളും മലയാള പരിസരത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വിവരിക്കുന്നതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാം ഭാഗത്ത് ഈ സാങ്കേതികവിദ്യ മലയാളത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് പ്രത്യേകമായി വിശകലനം ചെയ്യുന്നു. ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെ രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങൾ, പലതരത്തിലുള്ള എൻകോഡിംഗ് വ്യവസ്ഥകളിൽ നിന്ന് ആഗോളതലത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന യൂണിക്കോഡ് സാങ്കേതികവിദ്യയിലേക്ക് മലയാളം എത്തിച്ചേർന്നതും അതിനുവേണ്ടി ഉപയുക്തമാക്കുന്ന വ്യത്യസ്തങ്ങളായ ടൂളുകളെയും പരിചയപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ഭാഗത്ത്. മൂന്നാം ഭാഗം പ്രായോഗിക പരിശീലനമാണ്. വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ മലയാളം എങ്ങനെ ഉപയോഗിക്കാം എന്നും അതിനുള്ള സോഫ്റ്റ്വെയറുകളും ടൂളുകളും എന്താണ് എന്നും പരിചയപ്പെടുത്തിയതിനു ശേഷം അവ എങ്ങനെയാണ് കൃത്യമായി വളരെ വേഗതയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നീ കാര്യങ്ങളാണ് മൂന്നാം ഭാഗത്ത് പറയുന്നത്. ഈ കോഴ്സിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മലയാളം സാങ്കേതികവിദ്യ വഴങ്ങുമെന്നും അതിലൂടെ നമ്മുടെ വിവരസാങ്കേതിക വിദ്യാരംഗത്തേക്ക് മലയാളത്തിൻ്റെ സംഭാവനകൾ ഏറിയേറി വരും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയും മലയാളം വിവരശേഖര രംഗത്ത് സംഭാവനകൾ അർപ്പിക്കുമ്പോൾ അത് മലയാള ഭാഷയുടെയും കേരള സമൂഹത്തിൻ്റെയും വികാസത്തിൽ, വളർച്ചയിൽ നിർണായകമായ ഇടപെടലായിട്ട് മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. എവർക്കും ഒരിക്കൽ കൂടി ഈ കോഴ്സിലേക്ക് സ്വാഗതം.